മുത്തശ്ശ? ഇതാണ് ഉപ്പേരിക്കപ്പല്. കായ വറുത്തത്, ശർക്കര വരട്ടി, അരിയുട്ട, കപ്പ ഉപ്പേരി. പോട്ടെ പോട്ടെ, ഉപ്പേരിക്കപ്പല് പോട്ടെ. ഇനി പായസക്കപ്പല്. അതേ മാഷേ, വീട്ടിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയുടെയാ. ഉടനെ പുറപ്പെട്ട് ചെല്ലണമെന്നായിരിക്കും. ഏടത്തിയെ കാണാണ്ട് വിഷമിച്ചിരിക്കല്ലേ? അതല്ല നീ ഇത് പുറപ്പെട്ടോളൂ. എന്നെ ഉണ്ണിക്കുട്ടനെയും ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് എവിടേക്കാണ് വെച്ചാ പുറപ്പെട്ടോളൂ. ഇവിടെ എങ്ങനെ ആയാലും എന്താ, അവിടുത്തെ കാര്യല്ലേ മുഖ്യം. പുറപ്പെട്ടോളൂ. അയ്യോ മാഷേ, അതല്ല. ഏതല്ലാന്ന് ഒന്നല്ല 1000 വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്കുട്ടിയല്ല, പാഞ്ചാലിക്കുട്ടി ആയാലും ശരി. പറയണത് എന്താണെന്ന് കേക്കണത് മുഖവര കേട്ട അറിഞ്ഞൂടെ? മാഷേ, ലക്ഷ്മിക്കുട്ടിയുടെ മകൾക്ക് ബാങ്കിൽ ജോലി കിട്ടി. ആ വിവരം അറിയിച്ചോണ്ടുള്ള കത്തായത്. അതിനും വേണോ ഇത്രയും ബഹളം? ഓ, ഞാൻ തോറ്റു. എന്നാ പിന്നെ ആദ്യം പറഞ്ഞുകൂടായിരുന്നു ടീച്ചർക്ക് എന്നെ കിട്ടി ശ്വാസം മുട്ടിക്കാണ്ട്. ഓഹോ, മോൻ എവിടെ? ഉണ്ണി, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, എവിടെയാ നീ? എവിടെ പോയി ഉണ്ണിക്കുട്ടാ? അയ്യോ, ഉണ്ണിക്കുട്ടാ, മോനെ, എന്റെ കുഞ്ഞിനെന്താ പറ്റി? മാഷേ, ഒന്ന് വേഗം. അല്ല മാഷേ, എന്ത് പറ്റി കുട്ടിക്ക്? മാഷേ, അയ്യോ എന്റെ മോൻ. അയ്യോ, എന്റെ ഉണ്ണിക്കുട്ടൻ എന്താ ഡോക്ടറെ പറ്റിയേ? കാര്യമായിട്ട് നോക്കണേ എന്നെ. ഇവ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക്. വേറെ വല്ല അസുഖം വരുമോ എന്റെ കുട്ടിക്ക്? അതെ, എന്താ വേണ്ട? ഒന്ന് ബഹളം വെക്കാൻ നിൽക്കാവോ? കുട്ടിയെ ഞാൻ നോക്കിക്കോളാം. നിങ്ങളൊന്ന് പുറത്തിറങ്ങിയെന്നേ. അത് പറ്റില്ല എന്നെ. എങ്കിൽ നിങ്ങൾ ചികിത്സിക്ക്, ഞാൻ പുറത്തിറങ്ങി നിൽക്കാം. മാഷൊന്ന് പുറത്ത് നിൽക്കൂ. ഒരാളല്ല, 2 ആളും. അല്ല അതെ, പറഞ്ഞു മനസ്സിലായില്ലേ? കുട്ടിക്ക് മാഷേ അവിടെ നിൽക്കണ്ടെന്ന് പറയട്ടെ. വാങ്ങി മോനെ, ഉണ്ണി, എന്റെ ഉണ്ണീഷ, നീ വല്ലാണ്ട് പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. എന്തിനാ മുത്തശ്ശൻ പേടിച്ചേ? അതെ, മുത്തശ്ശൻ ഉറക്കത്തിൽ സ്വപ്നം കണ്ടു പേടിച്ചോ മോനെ? എന്നല്ലേ പേടി മാറ്റി തരട്ടെ. അപ്പൊ ഉഞ്ചിട്ട് അടിയുഞ്ചിട്ട് മേലയും മാറ്റി പൊതിയും കെട്ടി മുത്തശ്ശൻ്റെ ചിരിക്കാൻ വയ്യാടാ. മുത്തശ്ശ മുത്തശ്ശ മുത്തശ്ശ, ഇതിന്റെ പേരല്ലേ അമ്മിണി? അത് പത്മിനി. ഇതാ അമ്മിണി. ഇതിന്റെ പേരറിയോ ഉണ്ണിക്ക്? രുക്മിണി. ഇവനാണ് കുഞ്ഞിരാമൻ. അയ്യ, അത് പെണ്ണല്ലേ. അതിനെങ്ങനെയാ കുഞ്ഞിരാമെന്ന് പേര് വരിക? ഈ മുത്തശ്ശിന് ഒന്നും അറിഞ്ഞൂടാ. അത് തുളസിയാ. ഉണ്ണിക്കുട്ടൻ ഓർമ്മയുണ്ടോ നോക്കിയതല്ലേ മുത്തശ്ശൻ? തിന്നോ.
തുളസി ദാ തിന്നോ. പ്രിയപ്പെട്ട മാഷക്ക് ഈ കത്ത് എങ്ങനെ എഴുതി തുടങ്ങണമെന്ന് എനിക്കറിയില്ല. ഇതിനു മുമ്പും പലതവണ എഴുതാനിരുന്നതാണ്. മാഷയും ടീച്ചറെയും കുറിച്ച് ആലോചിക്കുമ്പോൾ വേണ്ട എന്ന് വെക്കും. ഈ മാസം അവസാനം ഞാൻ ലീവിൽ വരുന്നു. ഉണ്ണിമോനെ എൻ്റെ കൂടെ അയക്കണം. അവൻ്റെ പാസ്പോർട്ടിനും മറ്റുള്ള ഏർപ്പാടുകൾ ചെയ്തു കഴിഞ്ഞു. ദയവായി എതിരൊന്നും പറയരുതേ. ഇതെൻ്റെ അപേക്ഷയാണ്. രുക്മണിക്കും കൊടുക്കണം. എനിക്ക് ഉണ്ണിയല്ലാതെ മറ്റാരുമില്ലെന്നറിയാമല്ലോ. കഴിഞ്ഞ 5 വർഷമായി ഞാൻ ഈ വിഷമം അനുഭവിക്കുകയാണ്. എന്റെ മോന് സ്കൂളിൽ ചേരണ്ടേ, പഠിക്കണ്ടേ? എന്റെ മാഷേ നടന്ന് തളർന്നു. കാര്യം സ്കൂൾ വരെ ഒന്ന് പോയി മടങ്ങിയതേ ഉള്ളൂ. പണ്ട് സർവീസിലിരുന്നപ്പോ എങ്ങനെയാ നമ്മൾ ഇത്രയും ദൂരം പോയി വന്നിരുന്നതാവോ? അല്ലേ ഉണ്ണി? കേട്ടോ മാഷേ, സ്കൂളിലോട്ട് ഞാൻ ചെന്നതും എല്ലാരും കൂടെ എന്നെ അങ്ങ് പൊതിഞ്ഞു. ഉണ്ണികൃഷ്ണനെ 1ാം ക്ലാസ്സിൽ ചേർക്കാനാ വന്നെന്ന് പറഞ്ഞപ്പോ ഹെഡ് മാസ്റ്റർ ചോദിക്കുക ഏതാ കുട്ടിയെന്ന്. ഞാൻ പറഞ്ഞു എന്റെ കുട്ടിയാണെന്ന്. അപ്പോഴുണ്ടല്ലോ ആ ഭാസ്കർ മാസ്റ്റർ ചോദിക്കുക ഈ പ്രായത്തിലോ എന്ന്. എല്ലാരും കൂടെ ചിരിച്ചെന്റെ മാഷേ, ഞാനും ഒരുപാട് ചിരിച്ചു. പക്ഷെ വിട്ടുകൊടുക്കുവോ? നല്ല കാര്യായി. ഓരോന്ന് കിള്ളി കിള്ളി ചോദിക്കാൻ ആ സുമതിക്കാ ധൃതി. അസൂയ തന്നെ. 2 പെമ്മക്കളുണ്ട് അവർക്ക്. 2നുമില്ല കുട്ടികള്. പിന്നെ 3 ഡിവിഷനാണല്ലോ 1ാം ക്ലാസ്സില്. മാലതിയുടെ ഡിവിഷനിൽ ഉണ്ണിയെ ചേർത്താ മതിയെന്ന് ഞാൻ പറഞ്ഞു. സരോജിനിയും സുമതിയും നന്നായിട്ട് പഠിപ്പിക്കും. പക്ഷേ 2 ആളും അതെ, കുട്ടികളെ തല്ലും. ആ, എന്റെ ഉണ്ണിക്കുട്ടനെ ആരും തല്ലാൻ ഞാൻ സമ്മതിക്കില്ല. അല്ല മോനെ? മോൻ പഠിച്ചു പഠിച്ചു വലിയ ആളാകുമ്പോ ആരാകാനാ ആശ? എനിക്കോ? ഡോക്ടർ ആകണോ? പിന്നെ എഞ്ചിനീയർ ആകണോ? പിന്നെ ആരാകാനാ? എനിക്കൊരു മാസ്റ്ററായാ മതി. മുത്തശ്ശിനെ പോലെ വലിയ മാസ്റ്റർ. എന്നിട്ടോ? എന്നിട്ട് മുത്തശ്ശിയും ഞാൻ പഠിപ്പിക്കും. പഠിച്ചില്ലല്ലോ നല്ല അടി തരും. കേട്ടോ മാഷേ മോൻ പറയുന്നത്? മാഷേ സുഖമില്ലേ? മുത്തശ്ശന് പനിയുണ്ടോ? ഒന്നുമില്ല. മുത്തശ്ശന് ഉറക്കം വരണു. മുത്തശ്ശന് ഉറക്കം വരുന്നു. മോനും ഉറങ്ങ. പെറ്റ് വീണ കുഞ്ഞിനെ തള്ള കണ്ടിട്ടുകൂടില്ല. എന്റെ നെഞ്ചിലെ ചൂട് പറ്റിയാവൻ വളർന്നത്. കൈ വളരുന്നോ കാല് വളരുന്നോ നോക്കി മാഷക്കറിഞ്ഞൂടെ? ഞാൻ ഇത്രയും കാലം ശരിക്കൊന്നും ഉറങ്ങിയിട്ട് കൂടില്ല. അച്ഛനാണെന്നുള്ള അവകാശം ഉണ്ടാവും രവിക്ക്. ചെല്ലട്ടെ, ചെന്ന് കോടതി പോയി സ്ഥാപിക്കട്ടെ. എന്റെ കുഞ്ഞിനെ ഞാൻ വിട്ടുകൊടുക്കില്ല. അവൻ പോയാൽ വരണു. മോൻ കളിച്ചോ? ഇവരിവിടെ വളർന്നാ മതി. എന്താ ഇവനിവിടെ ഒരു കുറവ്? ടീച്ചർ പറയണതൊക്കെ ശരിയാ. രവിയുടെ കത്ത് കിട്ടിയപ്പോ തൊട്ട് എന്റെ മനസ്സ് ഇത് തന്നെയാ പറഞ്ഞിരുന്നേ. പക്ഷെ ടീച്ചറെ, ഇതിന്റെയൊക്കെ അപ്പുറത്ത് രവി, അവനൊരു മനസ്സില്ലേ? ആ മനസ്സ് നമ്മൾ കാണണ്ടേ?